ഇതാണ് നമ്മുടെ എൻട്രൻസ്. എന്തോ എങ്ങനെ ഇതൊക്കെയാണ് അതിന്റെ സംഭവങ്ങൾ. നമ്മൾ ഈ വഴി പോക്കണം. ഇവിടെ നമ്മൾ പേരെഴുതണം. അവിടെ ആയിട്ട് നമ്മൾ ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. കിച്ചു JCB മാന്താൻ പോണ സുഹൃത്തുക്കളെ. ഒരു വട്ടം ഡെലിവറി ചെയ്തിട്ടുണ്ട്. JCB വർക്ക് ചെയ്യുന്നില്ലേ? മറ്റേ ഒരു വരെ JCB വർക്ക് ചെയ്യുന്നില്ലേ? JCB വർക്ക് ചെയ്യാത്തല്ല, നമ്മൾ കോയിൻ മേടിച്ചിട്ടില്ല ഗൈസ്, അതാണ് വർക്ക് ചെയ്യാത്തത്. ഈ കോയിൻ എടുക്കണം. നമ്മൾ നേരെ വന്ന് ഇതിന്മേൽ കയറിയിരുന്നു. ആദ്യം വിചാരിച്ചത് അനങ്ങുമ്പോ വർക്ക് ചെയ്യും. പക്ഷെ ഇത് വേണം. ഇത് നമ്മുടെ കോയിൻ പോലെയല്ല, SBI എന്നൊക്കെ എഴുതിയില്ലേ. ഓ ഇത് നമ്മളിടുമ്പോ സ്ഥലം അല്ലേ? JCB ഓണായി കേറിയിരിക്കുന്നീ. JCB ഓണായ ശബ്ദം കേട്ട് കിച്ചു ചാടി ഓടി ഗൈസ്. യെസ് അങ്ങനെ ഗൈസ് കിച്ചു ഒരു പണി പഠിച്ചിരിക്കുകയാണ്. കാണുന്ന പോലെയല്ല, ഇത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. കിച്ചുത മന്ദം ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാനുള്ള ചെറിയൊരു പേടി മനസ്സിൽ കാണുന്നുണ്ട്. ധൈര്യമായി എടുത്ത് വയ്ക്കൂ കിച്ചു. താഴെ വീണ് കഴിഞ്ഞാൽ നിലത്തുണ്ടാവും. വിജയകരമായി പൂർത്തീകരിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് ഓക്കെ. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. ഇവിടെ ഏത് വണ്ടി വേണം എന്നുള്ള സെർച്ചിങ്ങിലാണ് കിച്ചു. അവസാനം ഒരു വണ്ടി റെഡിയായാ ആദ്യമായിട്ട് ഓടിക്കാൻ പോകാൻ എന്താവും അവസാനം. റൈഡ് കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇനി കാരണ ഇന്ന് കാരണ പിന്നെ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? കുരുത്തക്കേടുകൾക്ക് ഇതാണ് എന്താ ചെയ്യാ. സ്റ്റെപ്പ് നമുക്ക് കൂടെ കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടെ തന്നെ കയറണം. കുറച്ചൊക്കെ നമുക്ക് നമ്മളെ സ്വഭാവം കാണിക്കുമല്ലോ, അതാണ്.
അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താ കേൾക്കണത് എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ. എങ്ങനെയുണ്ട്? എന്നിട്ട് നോക്കിട്ട് പറ. ആ കേട്ടോ, ആ അടുത്തിട്ടോ. ശിവനേ, ആ കഴിഞ്ഞു തോറ്റു. എങ്ങനെയുണ്ട്? തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം വന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ കയറുന്നതാണ്. എന്നിട്ട് അതിന്റെ വിശേഷം അന്ന് പറയാം.